السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين. ബഹുമാന്യരെ, ലോക ജനത പുതുവർഷത്തിന്റെ പുലരിക്കായി കാത്തിരിക്കുകയാണ്. ഈ ദിനത്തെ കുടിച്ചും കൂത്താടിയും വരവേൽക്കുക എന്ന വൃത്തികെട്ട സംസ്കാരം എവിടെ നിന്നാണ് നമ്മുടെ രാജ്യം സ്വീകരിച്ചത്? പുതുവർഷത്തിന്റെ പുലരിയെ വരവേൽക്കാൻ ലക്ഷങ്ങളും കോടികളും എന്ന് പറഞ്ഞാൽ അതൊരധികപ്പറ്റല്ല. നമ്മുടെ കൊച്ചു കേരളത്തിലെ ജനത കരുതി വച്ചിരിക്കുകയാണ്. ഇവരിൽ ജാതി, മത, വർഗ, വർണ്ണ ഭേദമില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ എന്തായിരിക്കണം ചിന്തിക്കുന്നതും ചിന്തിക്കേണ്ടതും? അള്ളാഹു തനിക്ക് നിശ്ചയിച്ചു തന്ന തന്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി പിന്നിട്ട് കഴിഞ്ഞല്ലോ, എന്നെ കബറടക്കപ്പെടേണ്ട ദിനം അടുത്തു വരുന്നല്ലോ എന്ന ചിന്തയോടൊപ്പം ഈ പ്രപഞ്ചമടക്കം അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടിചരാചരങ്ങളും നശിച്ചു അള്ളാഹു മാത്രം കുല്ലുമൻ അലിഹ ഫാനിൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അങ്ങനെ പ്രതാപിയും അതിമഹാനുമായ അള്ളാഹു ഒഴികെ മറ്റ് യാതൊന്നും അവശേഷിക്കാത്ത വിധം ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സകലവും നശിക്കുന്ന ദിനം. ഈ ദിനത്തിലേക്കാണ് ഓരോ പിറവിയും എന്നെ കൊണ്ടെത്തിക്കുന്നത് എന്നിരിക്കെ നമുക്ക് എങ്ങനെ സന്തോഷിക്കാനും ആഘോഷിക്കാനും ആഘോഷത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാനും സാധ്യമാവുക? അതിനാൽ വിശ്വാസികളായ നാം ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ലേ? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർളു ജമീഅൻ ഖബലതഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അല്ലാഹു അവനന്ന് ഭൂമിയെ ആസകലം കയ്യിലെടുത്ത് പിടിക്കുന്നു, ആകാശങ്ങളെ വലം കൈയിലും ചുരുട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് അവൻ പറയുന്നത് അനൽ മലിക് അനൽ ജബ്ബാർ ലിമനിൽ മുൽക്കുൽ യൗം എന്ന, ഞാനാണ് രാജാതിരാജൻ, ഞാനാണ് ജബ്ബാർ. ആരെങ്കിലും ഉണ്ടോ രാജാധികാരം അവകാശപ്പെടാൻ? തുടർന്ന് ചോദിക്കുന്നത് വഅൈന മുലൂക്കുൽ അർള് വഅൈനൽ ജബ്ബാറൂൻ വഅൈനൽ മുതകബ്ബിറൂൻ, എവിടെയാണ് ഭൂമിയിലെ രാജാക്കൾ, എവിടെയാണ് സ്വേച്ഛാധിപതികൾ, എവിടെയാണ് ഭൂമിയിലെ അഹങ്കാരികൾ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ആരുണ്ട്? ഞാനെന്ന് പറയാൻ ആരുണ്ട്? ആരുമില്ല. അള്ളാഹു തന്നെ പറയുന്നത് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സകല പ്രപഞ്ചത്തെയും അടക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹുവിന് മാത്രമാണ് പൂർണ്ണമായും രാജ്യത്വം. ഇപ്പോൾ ബോധ്യമായില്ലേ? ഈ ദിനത്തിലേക്കാണ് യുവാക്കളെ ഓരോ പിറവിയും നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ആ ദിനത്തിന്റെ ഭയാനതകളെ തിരിച്ചറിയണം. കൃത്യമായ ദിനമേതെന്നോ തീയതി ഏതെന്നോ ആഴ്ച മാസ വർഷങ്ങളേതെന്നോ ആർക്കും അറിയാത്ത, എന്നാൽ ഓർക്കാപ്പുറത്തല്ലാതെ വളരെ വളരെ പെട്ടെന്നല്ലാതെ ആ അന്ത്യദിനം സംഭവിക്കുകയില്ല. വമാ അംറുസ്സാഅത്തി ഇല്ലാ കലംഹിൽ ബസർ ഔ ഹുവ അഖ്റബ്, ഒരു കണ്ണിമ വെട്ടുന്ന അത്രമാത്രം അല്ല, അതിലും കുറഞ്ഞ സമയം കൊണ്ട് അത് സംഭവിക്കുന്ന ആ അന്ത്യദിനം സംഭവിക്കുന്ന ഇഹലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുക സഹോദരങ്ങളെ. ഈ പറയപ്പെട്ടവ ഉൾക്കൊള്ളാൻ ബുദ്ധിയും ഉൾക്കാഴ്ചയുമുള്ളവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല ഭൂമിയിൽ തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. 1897 ബ്രഹ്മപുത്ര നദിയുടെ ഗതി തിരിച്ചുവിട്ട, എവറസ്റ്റ് കൊടുമുടിയെ 100 അടി ഉയർത്തിയ ഒരു മഹാഭൂകമ്പം ആസാമിൽ അനുഭവപ്പെട്ടു. 1755 6 മിനിറ്റ് കൊണ്ട് ലിസ്ബൺ പട്ടണത്തെ തരിപ്പണമാക്കുകയും 30,000 പേരെ കൊന്നൊടുക്കുകയും യൂറോപ്പിന്റെ 1/4 ഭാഗത്തെ കിടുകിടാ വിറപ്പിക്കുകയും ചെയ്ത മഹാഭൂകമ്പം പോർച്ചുഗലിൽ സംഭവിച്ചു. 8 ലക്ഷത്തോളം വരുന്ന ആളുകളെ കൊന്നൊടുക്കിയ മറ്റൊരു ഭൂകമ്പം 1556 ചൈനയിലെ ഷെൽസി പട്ടണത്തിൽ ഉണ്ടായി. സുനാമിക്ക് 15 ഓർമ്മകളിൽ മനം വിങ്ങി ഇന്തോനേഷ്യ എന്ന തലക്കെട്ടിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു പത്രത്തിലെ വാർത്ത അത് ഇങ്ങനെയാണ്: ഇന്ന് 15ാം വർഷം ഓർമ്മ പുതുക്കുന്ന ഈ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്.
ഇന്തോനേഷ്യയിലെ ഒരൊറ്റ ജില്ലയിൽ മാത്രം 47,000-ൽ പരം ആളുകളാണ് ആ മരണത്തിന്റെ വേദനയിൽ അവർ ഒത്തുകൂടിയ വാർത്ത നമ്മൾ വായിച്ചത്. ഇന്നും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു, കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന്. അതേ ദിവസം സോമാലിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലായി 6.5 ലക്ഷത്തോളം പേർ മരണമടഞ്ഞ വാർത്തയും നമ്മൾ കാണുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. മേൽ പറയപ്പെട്ടവയെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ വളരെ ചെറിയ സാമ്പിളുകളാണ് 2 പ്രളയത്തിലൂടെ നമ്മൾ അനുഭവിച്ചത്. കവളപ്പാറയിൽ ഏതാനും മൃതദേഹങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിലാണ്. സഹോദരന്മാരെ, ഈ വാർത്തയെ ചേർത്ത് അള്ളാഹുവിന്റെ ഒരു ചോദ്യം നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അഫ അമീനു അൻ തഅതിയഹും ഖാശിയത്തുൻ മിൻ അദാബില്ലാഹ് ഔ തഅതിയഹും ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. അള്ളാഹുവിന്റെ വല്ല ശിക്ഷയും വന്നു താങ്കളെ ഗ്രസിച്ച് കളയുകയില്ലെന്നോ, ഓർക്കാപ്പുറത്ത് ഖിയാമത്ത് നാൾ പിടികൂടുകയില്ലെന്നോ ഉറപ്പിച്ചിരിക്കാൻ എന്ത് ന്യായമാണുള്ളത്? അതുകൊണ്ട് ചോദിക്കട്ടെ യുവാക്കളെ, ഓർത്തുവെക്കുക, ഓരോ പിറവിയും നമ്മെ നയിക്കുന്നത് നമ്മുടെ ആയുസ്സിന്റെ എണ്ണം കുറയ്ക്കാനും അങ്ങനെ അന്ത്യദിനത്തിലേക്കുള്ള പ്രയാണവുമാണ് എന്ന് നാം മറക്കാതിരിക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ മുന്നറിയിപ്പ്, ഭയാനകമായ ഈ മുന്നറിയിപ്പ്, അത് നമ്മൾ കാണാതെ പോകരുത്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലത്തസ്സാഅ, ആ അന്ത്യദിനത്തിന്റെ ഭയാനകമായ പ്രകമ്പനമുണ്ടല്ലോ, അത് ശൈഉൻ അളീം, ഒരു വല്ലാത്ത കാര്യമാണ്, അതൊരു വല്ലാത്തൊരു സംഭവമാണ്. നീ അതിന് ദൃക്സാക്ഷിയാകുന്ന ദിവസം, യൗമ തറൗനഹ, നീ അതിന് ദൃക്സാക്ഷിയാകുന്ന ദിവസം, തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, ഓരോ മുലയൂട്ടുന്ന സ്ത്രീയും തന്റെ മകനെ മാറോട് ചേർത്ത് മുലയൂട്ടുന്ന ഓരോ സ്ത്രീയും ആ കുഞ്ഞിനെ സംബന്ധിച്ച് അശ്രദ്ധയായി പോകുന്ന, എങ്ങോ എറിഞ്ഞു പോകുന്ന ഒരു ദിവസം. ഓരോ ഗർഭിണിയും തന്റെ ഗർഭസ്ഥ ശിശുവിനെ പ്രസവിച്ചു പോകുന്ന ദിവസം. ആ ദിവസം വത്രന്നാസ സുഖാറ, ജനങ്ങളെ നിനക്ക് ലഹരി ബാധിതരായി കാണാം. എന്നാൽ വമാഹും ബിസുഖാറ, അവരാരും തന്നെ ലഹരി ബാധിതരല്ല. പക്ഷേ വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ്. ആ ശിക്ഷയാണ് അവർ ലഹരി ബാധിതരെ പോലെ ആയിത്തീർന്നത് എന്ന്. ആ ദിവസമുണ്ടല്ലോ, വലാ യസ്അലു ഹമീമുൻ ഹമീമ, ഒരുറ്റ ബന്ധുവും മറ്റൊരുറ്റ ബന്ധുവിനോട് യാതൊന്നും ചോദിക്കാത്ത ദിവസം. എന്നാൽ ഓരോ നഫ്സും ചോദിക്കുന്നത് ഒരു ചോദ്യമുണ്ട്. യഖൂലുൽ ഇൻസാൻ യൗമഇദിൻ ഐനൽ മഫർ, എവിടെ ഓടി രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന്, എവിടെയാണ് ഓടി രക്ഷപ്പെടാനുള്ള സങ്കേതം എന്ന് ചോദിക്കുന്ന ദിവസം. അതുകൊണ്ട് ബഹുമാന്യ സഹോദരങ്ങളെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മിലുണ്ടാകേണ്ട ചിന്ത ഇങ്ങനെയാവട്ടെ: എനിക്ക് ആയുസ് തന്ന് അനുഗ്രഹിച്ച അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടവനാണ് ഞാൻ. തന്നോടൊപ്പം ജീവിച്ച എന്റെ കൂട്ടുകാർ, എന്റെ കൂട്ടുകുടുംബക്കാർ, എന്റെ അയൽപ്പക്കം, നാട്ടുകാർ, എത്രയെത്ര പേർ ജീവിച്ച് കൊതി തീരും മുമ്പ് രോഗിയായി മരിച്ചു, ആക്സിഡന്റിൽ പെട്ടെന്ന് മരിച്ചു, ഹൃദയാഘാതം മൂലം പെട്ടെന്ന് മരിച്ചു. അപ്പോൾ ഈ അവസരം നമുക്ക് ദീർഘായുസ് തന്ന അള്ളാഹുവെ ഓർക്കുക. നശ്വരമാണ് ഈ ദുനിയാവെന്നും ശാശ്വതമാണ് ആഖിറമെന്നുമുള്ള ബോധം അത് നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു വചനം എത്രമാത്രം പ്രസക്തമാ: അദ്ദുനിയാ മുദ്ബിറത്തുൻ വൽ ആഖിറത്തു മുഖ്ബിലത്തുൻ ലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ കുനൂ അബ്നാ അൽ ആഖിറതി വലാ തകൂനൂ അബ്നാ അദ്ദുനിയാ. അദ്ദുനിയാ മുദ്ബിറ, ദുനിയാവതാ പിന്തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. വൽ ആഖിറത്തു മുഖ്ബിലത്തുൻ, പരലോകമാകട്ടെ നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പരലോകം നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലിക്കുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ, ദുനിയാവിനും സന്തതികളുണ്ട്, ആഖിറത്തിനും സന്തതികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആകേണ്ടത് കുനൂ അബ്നാ അൽ ആഖിറ, ആഖിറത്തിന്റെ പരലോകത്തിന്റെ സന്തതികളാവുക. വലാ തകൂനൂ അബ്നാ അദ്ദുനിയാ, ദുനിയാവിന്റെ സന്തതികളാകാതിരിക്കുക, ഇഹലോകത്തിന്റെ സന്തതികളാകാതിരിക്കുക. കാരണം ദുനിയാവിലെ ഇഹലോക ജീവിതം ഹ്രസ്വമാണ്, ക്ഷണികമാണ്. അതിനാൽ അല്ലാഹുവോടും അവന്റെ പടപ്പുകളോടും ചെയ്യേണ്ട ബാധ്യതകൾ, കടപ്പാടുകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിഅമതാൻ മഗ്ബൂനും ഫീഹിമ
കസീറുൻ മിനൻ നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ഏകിയ മഹത്തായ രണ്ട് അനുഗ്രഹങ്ങൾ. ആ രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ അധിക മനുഷ്യരും വഞ്ചിതരാ. എന്താണ് ആ രണ്ട് അനുഗ്രഹം? അസ്സിഹ, ഒന്ന് നമ്മുടെ ആരോഗ്യമാണ്, വൽ ഫറാഗ്, അത് രണ്ടാമത് നമ്മുടെ ഒഴിവ് സമയമാണ്. ഈ ഒഴിവ് സമയത്തിന്റെ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും മനുഷ്യർ പലരും വഞ്ചിതരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹു ഏകിയ മഹത്തായ ഈ രണ്ട് അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമൂഹ നന്മയ്ക്കായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നാൽ കളിയിലും വിനോദത്തിലുമായി സമയം ചെലവഴിക്കുന്നവർ ഓർത്തുവെക്കുക, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം. അദ്ദേഹം പറയുന്നത്, സഹോദര, ഇദാ അംസൈത ഫലാ തൻതളിരി സ്വബാഹ്, നേരം സമയം വൈകുന്നേരമായാൽ ഫലാ തൻതളിരി സ്വബാഹ്, പ്രഭാതത്തെ നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, പ്രഭാതത്തെ നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. വൈദാ അസ്ബഹത, എന്നാൽ പ്രഭാതമായാലോ വലാ തൻതളിരിൽ മസാ, വൈകുന്നേരമാകുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. എന്ന് വെച്ചാൽ മരണം എപ്പോഴും എപ്പോഴും നിന്നെ പിന്തുടരുന്നുണ്ട് എന്നർത്ഥം. അതെപ്പോഴും സംഭവിക്കാം എന്നർത്ഥം. അതുകൊണ്ട് നീ ചെയ്യേണ്ടതെന്ത്? നിന്റെ ആരോഗ്യത്തിന് വേണ്ടി നീ സ്വീകരിക്കണം. ലിമർലിക്ക, നിന്റെ രോഗകാലത്തേക്ക് വേണ്ടി നിന്റെ ആരോഗ്യത്തെ നീ വിനിയോഗിക്കണം. അതായത് രോഗകാലത്ത് കൂടുതലായി റബ്ബിലേക്ക് അടുക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, പടച്ചതമ്പുരാനിലേക്ക് അടുക്കാൻ നമുക്ക് സാധ്യമാകാതെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യകാലം അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒമിൻ ഹയാത്തിക്ക, നമ്മുടെ ജീവിതകാലം അത്രയും ലിമൗത്തിക്ക, നിന്റെ മരണത്തിന് വേണ്ടി നീ ചെലവഴിക്കണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ. എന്നാൽ ഇന്ന് കണ്ടുവരുന്നത്, വാർദ്ധക്യത്തിലെത്തുമ്പോൾ യുവത്വത്തെക്കുറിച്ച് ഓർത്ത് നെടുവീഴ്പ്പെടുന്നവർ, രോഗത്തിന്റെ പിടിയിലമരുമ്പോൾ ആരോഗ്യകാലത്തെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നവർ, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ. അങ്ങനെ വിലപിക്കുന്ന ആളുകൾ, അതായത് റബ്ബേ, എന്റെ ആയുസ് അല്പസമയം നീ ഒന്ന് പിന്തിച്ചു തന്നിരുന്നുവെങ്കിൽ ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തു കൊള്ളാം, സജ്ജനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉൾക്കൊട്ടുകൊള്ളാം, അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്ത് ജീവിച്ചു കൊള്ളാം എന്ന് ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഒരു പ്രയോജനവുമില്ല. വലം യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, എന്നാൽ ആ അവധി എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു അല്പനേരം പോലും നിങ്ങളുടെ ആയുസിനെ പിന്തിപ്പിക്കില്ലെന്ന് ആണയിട്ട് നമ്മളോട് പറയുക. സഹോദരങ്ങളെ, നമുക്ക് എങ്ങനെ ആഘോഷം പൊടിപൊടിക്കാൻ സാധ്യമാകുക? ഡിസംബർ 31 12 മണി കഴിഞ്ഞാൽ ജനുവരി 1 പിറവി. മദ്യത്തിലും മയക്കുമരുന്നിലും തളച്ചിടുന്ന യുവാക്കളോട് ചോദിക്കട്ടെ, ഈ ഒരൊറ്റ ദിവസം കൊണ്ട് കോടികളുടെ മദ്യവും മയക്കുമരുന്നും വിറ്റഴിയുമ്പോൾ 70% മുസ്ലിങ്ങൾ താമസിക്കുന്ന മലപ്പുറം ജില്ലയും അതിൽ ഒട്ടും പിന്നിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സഹോദരങ്ങളെ, എങ്ങനെയാണ് നമുക്ക് മതിമറക്കാൻ സാധ്യമാവുക? മുസ്ലിം ഉമ്മത്ത് എങ്ങനെയാണ് മതിമറക്കുന്നത്? കൈഫ നഫ്രഹ്, എങ്ങനെയാണ് നമുക്ക് പുളകം കൊള്ളാൻ കഴിയുക? എങ്ങനെ നമുക്ക് മതിമറക്കാൻ കഴിയുക? കാരണം അൽ മൗത്തു അമാമന, മരണം നമ്മുടെ തൊട്ടു മുന്നിലുണ്ട്. വൽ ഖബ്റു വറാഅന, ഖബറാകട്ടെ നമുക്ക് തൊട്ട് പിന്നിലാ. വൽ ഖിയാമത്തു മൗഇദന, നമ്മളോട് വാഗ്ദാനം ചെയ്ത അന്ത്യദിനം ഇതാ വന്നെത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ കൈഫ നഫ്രഹ്, എങ്ങനെയാണ് നമുക്ക് പുളകം കൊള്ളാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് ആഹ്ലാദിക്കാൻ കഴിയുക എന്ന് ചോദിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയൊരു വർഷം പിറക്കുമ്പോൾ പത്രദൃശ്യ മാധ്യമങ്ങൾ പോയ വർഷത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ടെങ്കിൽ വിശ്വാസികളായ നാം ഓർക്കേണ്ടത് ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വവാസിനു അൻഫുസകും ഖബ്ല അൻ തുവാസനു എന്ന, അതായത് നിങ്ങൾ സ്വയം ഒരു വിചാരണയ്ക്ക്, റബ്ബെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് സ്വയം ഒരു വിചാരണയ്ക്ക് നമ്മുടെ നഫ്സിനെ നാം വിധേയരാക്കുക. സ്വയം ഒരു വിചാരണയ്ക്ക്, ജീവിതത്തിൽ എന്തൊക്കെ ഞാൻ ചെയ്തു എന്ന്, അതിനുള്ള പ്രതിവിധി എന്താണ് എന്ന്. അതോടൊപ്പം വവാസിനു ഖബ്ല അൻ തുവാസിനു, റബ്ബ് സുബ്ഹാനഹു വ തആല
നമ്മുടെ നന്മതിന്മകളെ തൂക്കിക്കണക്കാക്കുന്നതിന് മുമ്പായി സ്വയം ഒരു കണക്കെടുപ്പിന് നമ്മളെല്ലാവരും തയ്യാറാവുക. അങ്ങനെ തയ്യാറായാൽ നമുക്ക് രക്ഷയുണ്ട് എന്നാണ് ഈ അവസരം എന്നെയും നിങ്ങളെയും എനിക്ക് ഉണർത്താനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ലാ തുസിഗ ഖുലൂബന بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.